നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടി ബി.ജെ.പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളായ നേമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആർക്ക് പിന്തുണ നൽകണമെന്നത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഏതെങ്കിലും മുന്നണിയുടെ ഘടകകക്ഷിയാകാനില്ലെന്നും എൽ.ഡി.എഫ് സർക്കാർ സംഘപരിവാറിന്റെ വിദ്വേഷ പ്രചാരണത്തിന് പിന്തുണ നൽകുകയാണെന്നും വെൽഫെയർ പാർട്ടി കുറ്റപ്പെടുത്തി. ആഷിഖ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആഷിഖ്, എന്തായാലും വെൽഫെയർ പാർട്ടിയുടെ കൂടി പിന്തുണ യു.ഡി.എഫിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത് യു.ഡി.എഫിന് എത്രമാത്രം ഗുണകരമാകും? വെൽഫെയർ പാർട്ടിക്ക് എത്രമാത്രം സ്വാധീനമാണുള്ളത്? സ്വാതി, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു.ഡി.എഫിനായിരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയാണ്. 2021 19 സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി മത്സരിച്ചിരുന്നു. പക്ഷേ 2026 വരുമ്പോൾ ബി.ജെ.പിയെ തോൽപ്പിക്കുകയാണ് തങ്ങളുടെ മുഖ്യ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് യു.ഡി.എഫിന് പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അത് ബി.ജെ.പിയെ തോൽപ്പിക്കുക, അതായത് പല മണ്ഡലങ്ങളിലും ബി.ജെ.പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പറയുന്നു. അതേസമയം തന്നെ നേമമടക്കമുള്ള മണ്ഡലങ്ങളിൽ, നേമം, മഞ്ചേശ്വരം, പാലക്കാട് അടക്കമുള്ള ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനം എൽ.ഡി.എഫ് സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു നീക്കമാണ്. അതിനു വേണ്ടിയാണ് ഈ യു.ഡി.എഫിന് പിന്തുണ നൽകുന്നതെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി അറിയിച്ചിട്ടുള്ളത്. അത് വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഇടത് സർക്കാർ തന്നെ കൂട്ടുനിൽക്കുന്നു. അത് വെള്ളാപ്പള്ളിയുടെ ഉദാഹരണവും അതുപോലെ തൃശ്ശൂർ പൂരം കലക്കൽ അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ച നിലപാട്, അതുപോലെ ബി.ജെ.പി എൽ.ഡി.എഫ് സർക്കാർ തുടരണമെന്ന ബി.ജെ.പി ചില നേതാക്കളുടെ നിലപാട്, ഇത്തരത്തിലുള്ള നിലപാടുകളെല്ലാം സൂചിപ്പിക്കുന്ന ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണം തുടരാൻ എൽ.ഡി.എഫ് സർക്കാർ തന്നെയാണ് സംഘപരിവാർ നല്ലത് എന്ന ഒരു തോന്നൽ അവർക്കുണ്ട്. അതിനാൽ തന്നെ യു.ഡി.എഫ് വിജയിക്കുകയാണ് ഇവിടെ വേണ്ടത്. അതിനാലാണ് ഇത്തരത്തിൽ വെൽഫെയർ പാർട്ടി യു.ഡി.എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് റസാഖ് പാലേരി അറിയിച്ചത്. ഇത് നമുക്കറിയാവുന്ന പോലെ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യം അത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും തുടങ്ങിയതല്ല. പരസ്പരം സഖ്യമില്ലെങ്കിൽ പോലും കൃത്യമായി ഇരു പാർട്ടികളും പരസ്പരം സഹകരിച്ചാണ് പരസ്പരം മത്സരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇരു പാർട്ടികളും പരസ്പരം സഹകരിച്ചത്, പിന്തുണ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നൽകിയിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി യു.ഡി.എഫിന് പിന്തുണ നൽകുന്നുവെന്നാണ് വെൽഫെയർ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദമാകാൻ സാധ്യതയുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമാണ് വെൽഫെയർ പാർട്ടി. അതിനാൽ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് എന്തായാലും എൽ.ഡി.എഫ് പ്രചാരണ ആയുധമാകാൻ സാധ്യതയുണ്ട്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വേണ്ട എന്നൊരിക്കലും വി.ഡി. സതീശൻ അല്ലെങ്കിൽ യു.ഡി.എഫ് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വിഷയത്തിലേക്ക് വരുമ്പോഴാണ് അത്തരത്തിലുള്ള നിലപാടുകൾ എന്തായാലും തങ്ങൾക്ക് തിരിച്ചടിയാകില്ല. അതായത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കൂടി വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഗുണകരമാകും എന്ന് തന്നെയാണ് എന്തായാലും യു.ഡി.എഫും വിലയിരുത്തുന്നത്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ നിരുപാധികമായ പിന്തുണ തന്നെ യു.ഡി.എഫിന് നൽകുന്നു. നിയമം അടക്കമുള്ള ചില മണ്ഡലങ്ങളുടെ തീരുമാനം എന്തായാലും വൈകാതെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. സ്വാതി. ശരി ആഷിഖ്.